വണ്ടിപ്പെരിയാർ കേസിൽ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ട അർജുൻ പറഞ്ഞ ക്യാമറ കഥയും കള്ളമാണ് എന്നാണ് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സന്ദീപ് രാജാക്കാട് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മളോട് അർജുൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത് പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ താൻ ഈ കടയിൽ പോയി ആ ദിവസം മിഠായി വാങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. എന്നാൽ അങ്ങനെ ആ കടയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പെട്രോൾ പമ്പിൽ ഒരു CCTV ക്യാമറ ഇല്ല എന്നതാണ്. സന്ദീപ് രാജാക്കാട്ട് ഇറക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന അതേ കടയിൽ തന്നെയാണ്. അർജുൻ മുട്ടായി വാങ്ങാറുണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആ സാക്ഷിയുടെ അതേ കടയിൽ തന്നെ. ഡോക്ടർ അരുൺകുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ അർജുൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഈ കടയിൽ വന്ന് താൻ മിഠായി വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ഒരു പമ്പുണ്ട്, ആ പമ്പിലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും എന്നുള്ളതായിരുന്നു. ഇവിടെ നിന്ന് ഒന്ന് വരൂ ഏട്ടാ, ഈ കടയും ഈ പമ്പുമായിട്ട് എത്ര ദൂരമുണ്ട്? ഇവിടെ തന്നെ ഈ കാണുന്ന ദൂരമല്ലേ ഉള്ളൂ. അത് ഇങ്ങോട്ട് ലൊക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ക്യാമറയുണ്ട്, CC ക്യാമറയുണ്ട്. ഇത് ഇങ്ങോട്ടോ റോഡിലോട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കൃത്യം അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് ആ പമ്പിൽ കൂടെ ചെന്നിട്ട് ആ ക്യാമറയുടെ ആംഗിളുകൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഉള്ളത് എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഇതിനുള്ളിലാണ് ഈ ക്യാമറ എവിടെയൊക്കെയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്ക്രീന് എവിടെയാണുള്ളത്. ഇതാണ് ഈ ക്യാമറ. ഏതാണ്ട് 8ഓളം ക്യാമറകൾ ഈ പമ്പിനുള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ഭാഗത്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് ഓൾറെഡി വന്ന് പമ്പിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എൻട്രൻസിലാണ് ഇരിക്കുന്നത് ക്യാമറ. പിന്നെ പമ്പിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് സ്റ്റാഫുകളെ ഫോക്കസ് ചെയ്താണ് ബാക്കി ക്യാമറ വെച്ചിരിക്കുന്നത്. നമ്മൾ ഔട്ടറിലായിട്ട് നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ പമ്പിൻ്റെ എൻട്രൻസും അവിടുത്തെ ഔട്ടർ മാത്രമേ നമുക്കുള്ളൂ. ഈ ക്യാമറ ഈ പമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ കടയിലോ ഇല്ലെങ്കിൽ അതിന് എതിർവശമോ കാണാൻ കഴിയില്ല. റോഡിന്റെ നമുക്ക് പമ്പിന്റെ അകത്തുള്ള എൻട്രൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഔട്ടറിലൊന്നും കാണാൻ പറ്റത്തില്ല. എത്ര നാളായി കാണും ഈ ക്യാമറ ഫിക്സ് ചെയ്തിട്ട്? ഞങ്ങളുടെ അറിവ് വന്ന് ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതലായി. അതിനുശേഷം റീഫിക്സ് ചെയ്തിട്ടില്ല? ഇല്ല, ചെയ്തിട്ടില്ല. സെയിം അതേ ഫോക്കസ് തന്നെയാണ്. അപ്പോൾ അതാണ് ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഓരോ വാഹനങ്ങളും എത്തുന്നത്, അതുപോലെ തന്നെ ഓഫീസ് മുറിയെ 2 വശങ്ങളിലുമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ക്യാമറയിൽ മാത്രമാണ് ആ റോഡിൻ്റെ ഒരു ഭാഗം കുറച്ചെങ്കിലും കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ക്യാമറയിലും പുറത്തുകൂടി ഒരാൾ നടന്നു പോയാൽ കാണാൻ കഴിയാത്ത വിധത്തിൽ തന്നെയാണ് ഈ ക്യാമറകൾ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നാലും ആ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും എന്നുള്ളത് ആ പമ്പിലെ ദൃശ്യങ്ങളാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം ഒരു ക്യാമറ വിഷ്വൽസ് പരിശോധിച്ചാൽ അതൊരിക്കലും കണ്ടെത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം കൂടി നമുക്ക് ഒറ്റ പ്രാവശ്യം കൂടി കാണാം. ഇവിടെ നിന്നും ഈ കടയുമായിട്ടുള്ള ദൂരം കൂടി ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിന്ന് കാണുന്നതാണ് ഈ പറയപ്പെടുന്ന കട എന്ന് പറയുന്നത്. ഒരു തരത്തിലും അവിടെ വന്ന് മടങ്ങിപ്പോകുന്ന ഒരാളുടെ ദൃശ്യം ഈ ക്യാമറയിൽ പതിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നാലും പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ പൂരിപ്പിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ആ ഒരു അഭിമുഖത്തിൽ ഈ ഒരു കാര്യം കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.